ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ഓംലെറ്റ് ആണ്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചിക്കൻ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തയ്യാറാക്കാൻ ഇഷ്ടമില്ല എങ്കിൽ അതിന് പകരമായിട്ട് വേവിച്ചെടുത്തിട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേക്കണം. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ പകുതി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തേക്കണം. ചിക്കനും മുട്ടയെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആവുന്ന രീതിയിൽ 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മിക്സിങ് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു മുട്ട കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തേക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇത് കരിഞ്ഞു പോവാതെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു ഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തീയെല്ലാം കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്